സാധനം കിട്ടിയുണ്ട്. അരുണും വേണം നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആ കേളപ്പന്റെ മോളല്ലേ അത്? അതെ. കുട്ടികളൊക്കെ അങ്ങ് വളർന്ന് വലിയ പെണ്ണുങ്ങളായല്ലേ? കുറച്ച് മുന്നിട്ടൊരു വീഡിയോ ഉണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അത് കുറച്ച് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണാം. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. ഇവിടെയൊക്കെ പിയേഴ്സ് അത് പേടിയില്ലേ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേദനയാണെങ്കിൽ പോലും ഞാൻ ചെയ്യാറുണ്ട്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. പിന്നെ അടുത്തൊരു കോട്ട് ഇട്ടേക്കുന്നത് LGBTQ+IA. ഞാൻ ബൈസെക്ഷൽ ആണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പൊ അവിടെയുള്ള സ്ത്രീകള് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ഒരു മുണ്ട് പോലെ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പക്ഷെ മോൾ ഭാഗത്ത് അവര് വസ്ത്രമൊന്നും ധരിക്കില്ല. ഈശ്വരാ, വെറുതെ കൊതിപ്പിക്കല്ലേ. ഒന്നാലോചിച്ച് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ വസ്ത്രം ഇല്ലാതെ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മോൾ വസ്ത്രം ഇല്ലാതെ ഇങ്ങനെ നിക്കുക എന്ന് പറയുന്നത് കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും മോൾ വസ്ത്രം ധരിച്ചിട്ടില്ല. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും മോൾ വസ്ത്രം ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു മടിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും.